ഇൻസെന്റീവ് കൂട്ടുമ്പം സംസ്ഥാന സർക്കാർ കൂടിയാണ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓണററിയുമാണല്ലോ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നേരത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത് കേരളം തന്നെയാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 1000-ൽ നിന്ന് 7000 ആക്കുമോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? അങ്ങനെയല്ല. അത് പ്രായോഗികമായി ഇതിപ്പോ അതെന്താണ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കും. അതിൽ ഇൻസെന്റീവ്സ് കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ 40% സ്റ്റേറ്റ് ആണല്ലോ വർദ്ധിപ്പിക്കുന്നത്. 100 രൂപ കൂട്ടിയാൽ 40 രൂപ കൂട്ടേണ്ടത് സ്റ്റേറ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം പൊതുവിൽ ഉണ്ടാകണം എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അക്കാര്യം ബഹുമാനം, കാരണം ഇത് ഇൻസെന്റീവ് ബേസ്ഡ് ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്നു. ഇപ്പൊ നമ്മൾ ആശമാർക്ക് 10,000 രൂപ ഉറപ്പായിട്ടും, 7,000 ഓണറേറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെന്റീവ്, അതിൽ 3,000 രൂപ, അതിൽ 1,600 രൂപ കേന്ദ്രം, 1,400 രൂപ സംസ്ഥാനം. അപ്പൊ 10,000 രൂപ ഉറപ്പായിട്ട് കിട്ടുമ്പോൾ 8,400 കൊടുക്കുന്നത് സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. 13,000 രൂപ കിട്ടുമ്പോൾ വീണ്ടും ഒരു 1,400 കൂടി സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത 3,000-ൽ 40% ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാജ്യത്ത് പൊതുവിൽ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ നിലവിൽ നമ്മളാണ് ഏറ്റവും നന്നായി കൊടുത്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു 60% അവർ കൂടി ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യണം 40% എന്നുള്ളത്. അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത സ്കീമാണ്. ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കാറ്റഗറി, ഈ വുമൻ വോളണ്ടിയർ എന്നുള്ളത്, ഒരു സന്നദ്ധ സേവനം എന്നുള്ളത് മാറി ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമല്ലോ. അപ്പൊ ആ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണല്ലോ. എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കേന്ദ്രം മാറ്റി വരുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അക്കാര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര, അവർ ആശുമാരുടെ ആവശ്യങ്ങളിൽ പെടുന്നത് ഇതെല്ലാമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഉന്നയിച്ചത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത്. രാജ്യത്ത് എല്ലായിടത്തും ഉള്ള ആശുമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൊതുവിൽ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രം വളരെ ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മീറ്റിംഗിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശമാരോട് ഇക്കാര്യം അവരെ കൂടി അവരോട് ഇത് പറയണമെന്നുള്ളത് കൂടി ആ നിലയിൽ ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. അല്ല, ചർച്ചയ്ക്കൊന്നും നമുക്കൊരു ചർച്ച നടത്തില്ല എന്നൊരു ഇതില്ല, ഒരു കടുംപിടുത്തമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് ചർച്ച നടത്താമല്ലോ.